വലിയ ആഘോഷമാണോ? ആഘോഷത്തിലാണോ? ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ BJP ഇങ്ങനെ ഒരു കൗൺസിൽ? തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. കുറെ നാളായിട്ട് പറയുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഇല്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു രാജേഷേട്ടൻ തന്നെ മേയറാവുന്നു. രാജേഷ് തന്നെ ആവുന്നുണ്ട്. രാജേഷേട്ടൻ തന്നെ മേയറാവും. VV രാജേഷ് ഫാൻസ് അസോസിയേഷൻ ആണ്. VV രാജേഷ് കൊടുങ്ങാനൊരു വാർഡും കൂടെയാണ്. അവിടുന്ന് വന്നതാണ്. ആർഷിയിലേക്ക് ആവുന്നൊക്കെ വലിയ ചർച്ചകളുണ്ട്. ഒരിക്കലുമില്ല, ഞങ്ങളുടെ മനസ്സിൽ ഇന്ന് രാജേഷേട്ടൻ തന്നെയായിരുന്നു മേയർ. പല പല വാർഡുകളാണ്, പല പല വാർഡുകളിൽ നിന്നുള്ളവരാണ്. VV രാജേഷ് ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതെ അതെ, രാജേഷേട്ടൻ തന്നെ ആവണമെന്നാണ് ആഗ്രഹമായിരുന്നതും രാജേഷേട്ടൻ വളരെയധികം സന്തോഷം. രാജേഷേട്ടൻ തന്നെയാണ് നമ്മുടെ ഉചിതമായിട്ടുള്ള തീരുമാനവും. ഇതുപോലെ നല്ലൊരു കാൻഡിഡേറ്റ് ഇനി കിട്ടാനുമില്ല. കുറെ വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ്. ഒരുപാട് വർഷങ്ങളുണ്ട് നമ്മളതില് കൂടെ ഉള്ളതാണ്. മംഗളാമൂർച്ചയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. സാധാരണക്കാരിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ VV രാജേഷ് തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പ്രതീക്ഷ അത് തന്നെയാണ്, രാജേഷേട്ടൻ തന്നെ വരണമെന്ന്. സാധാരണക്കാർക്ക് വേണ്ടി കൊണ്ട് പ്രവർത്തനം ഉണ്ടാവും. തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള മനുഷ്യനാണ് VV എന്ന് പറയുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അമ്മമാർ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പ്രവർത്തനം നല്ല രീതിയിലുള്ളത് കൊണ്ട് മാത്രമാണ്. വിളിച്ച വെളിപ്പുറത്ത് എത്തുന്ന ഒരു ആൾ തന്നെയാണ് VV. രാജേഷേട്ടൻ തന്നെയാണ്. വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ഒരേ ഒരു വ്യക്തി രാജേഷേട്ടൻ തന്നെയാണ്. ആ ഒരു 100% വിശ്വാസം ഞങ്ങൾക്ക് എല്ലാ നേതാക്കൾക്കുള്ള ഗുണമല്ല അത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവിന് 100% വിശ്വാസമാണ്. ഭയങ്കര സപ്പോർട്ട് തന്ന ചേട്ടനാണ്. ഭയങ്കരമായിട്ട് സ്ത്രീകളെ ഇത് പൊളിറ്റിക്സിലോട്ട് കൊണ്ടുവരാനായിട്ട് ചേട്ടൻ ഒരുപാട് കോൺഫിഡൻസ് തന്നിരുന്നു. ഇതാണ് മഹിളാ മോർച്ച പ്രവർത്തകരാണ്. VV രാജേഷിന്റെ വാർഡിലുള്ളവരുമുണ്ട്. VV രാജേഷ് തന്നെ മേയറാവണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. എപ്പോഴും സാധാരണക്കാർക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു നേതാവായാണ് VV രാജേഷിനെ കാണുന്നത്. അദ്ദേഹത്തിനൊപ്പം യുവമോർച്ച ഘട്ടത്തിലുമൊക്കെ പ്രവർത്തിച്ച ആളുകളുണ്ട്. മഹിളാ മോർച്ചയ്ക്കും മഹിളാ മോർച്ചയുടെ പ്രവർത്തകർക്ക് വലിയ പിന്തുണ നൽകിയ നേതാവായാണ് അവർ VV രാജേഷിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മേയറാകണം. ഇന്നലെ VV രാജേഷ് നമ്മോട് സംസാരിക്കുമ്പോഴും പറഞ്ഞത് സാധാരണക്കാർക്ക് കടന്നുവരാൻ കഴിയുന്ന, സാധാരണക്കാർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന, സാധാരണക്കാർക്ക് സ്വന്തം വീട് പോലെ കരുതാൻ കഴിയുന്ന സ്ഥലമായി തിരുവനന്തപുരം കോർപ്പറേഷനെ മാറ്റുമെന്നുള്ളതാണ്. ആ ഉറപ്പാണ് VV രാജേഷ് ഇന്നലെ മേയർ സ്ഥാനാർത്ഥിയായി BJP തിരഞ്ഞെടുത്തപ്പോൾ നൽകിയത്. അത് പാലിക്കപ്പെടുമെന്ന ഉറപ്പാണ്, പ്രതീക്ഷയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകരെന്ന് പറഞ്ഞു തന്നെ പരിചയപ്പെടുത്തിയ BJP പ്രവർത്തകരും നടത്തുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ വലിയ രീതിയിൽ ആൾക്കൂട്ടം ഉണ്ട്. BJPയുടെ പ്രവർത്തകരുണ്ട്, പ്രാദേശിക പ്രവർത്തക നേതാക്കൾ. നിങ്ങളൊക്കെ ഇവിടെ നിന്ന് വരുന്നവരാണ്. മുൻ വാർഡ് VV രാജേഷിന്റെ പഴയ വാർഡ് കൗൺസിലർ എന്ന നിലയിൽ അവിടെ നല്ല രീതിക്കുള്ള ഇതായിരുന്നു. ഇത് നമ്മൾ നല്ലപോലെ പ്രതീക്ഷിക്കുന്നു. പ്രസ്ഥാന ഭരണം കൊണ്ടുപോകാൻ കഴിയുമോ VV രാജേഷ്? ഉറപ്പായിട്ടും കഴിയും. വലിയ ആഘോഷമുണ്ടോ എല്ലായിടത്തും? പരിപാടികളുണ്ട്. പായസം, ലഡു, അങ്ങനെ എല്ലാം എവിടെയാണ്? നമ്മൾ മുടവുമ്പോളാണ്. അതാ ഞാൻ സൂചിപ്പിച്ച ഒരു ആഘോഷത്തിന് തയ്യാറെടുപ്പിൽ തന്നെയാണ് BJP പ്രവർത്തകർ. അത്ര വലിയൊരു കാത്തിരുന്ന് കിട്ടിയ ഒരു അവസരമാണ് അവർക്ക്. കഴിഞ്ഞ കുറേ നാളുകളായി അവർ പലപ്പോഴും അതൊരു അവകാശവാദമായി മാത്രം നിലനിന്ന കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യത്തിലൂടെ അടുക്കുകയാണ്. ഇനി അല്പസമയത്തിനകം VV രാജേഷ് തലസ്ഥാനത്ത് BJP പ്രവർത്തകരുടെ പ്രിയപ്പെട്ട നേതാവ്, തിരുവനന്തപുരം നഗരത്തിന്റെ സംസ്ഥാനത്ത് ആദ്യമായി BJP അധികാരം പിടിക്കുന്ന നഗരസഭയുടെ മേയറായി, നഗര പിതാവായി അധികാരം ഏറ്റെടുക്കാൻ പോകുന്നു. അത് BJP പ്രവർത്തകർക്ക് അസുലഭമായ ഒരു മുഹൂർത്തമാണ്. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി അവർ കാത്തിരുന്നത് അവരുടെ സ്വപ്നമാണ്. ആ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് ആണ് ഇപ്പോൾ വിരാമമിടുന്നത്. അല്പസമയത്തിനകം തന്നെ VV രാജേഷ് തിരുവനന്തപുരം മേയറായി തെരഞ്ഞെടുക്കപ്പെടും. നിലവിൽ 50 കൗൺസിലർമാർ ആണ് BJPയുടേത് ആയിട്ടുള്ളത്. ഒരു സ്വതന്ത്രന്റേത് ഉൾപ്പെടെയുള്ള പിന്തുണ ലഭിക്കും എന്ന പ്രതീക്ഷ അവർ പുലർത്തുന്നുണ്ട്. അതിലധികം വോട്ടുകൾ ലഭിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. 29 LDF പ്രതിനിധികൾ ഉണ്ട്, 19 UDF പ്രതിനിധികളുണ്ട്. അവിടെയും മത്സര രംഗത്ത് UDFും LDFും ഉള്ള പശ്ചാത്തലത്തിൽ എന്താകും, അതിൽ ഒരു സ്വതന്ത്രൻ എന്നത് UDFിനെ പിന്തുണയ്ക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ മാത്രമേ സ്വതന്ത്രരുടെ നിലപാട് എന്തായിരുന്നു എന്നതിൽ അടക്കം വ്യക്തത കൈവരിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് വിപ്പ് നൽകുന്ന പശ്ചാത്തലത്തിൽ അവർ ആർക്ക് വോട്ട് ചെയ്തു എന്നത് നമുക്ക് വളരെ കൃത്യമായി തന്നെ അറിയാൻ സാധിക്കും. നേരത്തെ കൊച്ചിയിലെ